മറ്റൊരു വാർത്ത വരുന്നുള്ളൂ. ഡാർക്ക് വെബ് വഴി ലഹരി കച്ചവടത്തിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടി അവസാന ഘട്ടത്തിലെന്ന വാർത്ത. 3 കോടി രൂപയിലേറെ വരുന്ന സ്വത്തുക്കളുടെ പട്ടിക നാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ തയ്യാറാക്കിയെന്നാണ് വിവരം. കേസിൽ അറസ്റ്റിലായ എല്ലാ പ്രതികളുടെയും സ്വത്തുവിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. ലാൽകൃഷ്ണൻ വീണ്ടും ചേരുന്നു നമുക്കൊപ്പം. ലാൽകൃഷ്ണൻ, വിശദാംശങ്ങൾ. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓൾറെഡി സ്വത്തുക്കളുടെ പട്ടിക NDPS ആക്ടിന്റെ പരിഹാരത്തിൽ വരുന്നതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്താണ് 3 കോടി രൂപയുടെ സ്വത്തുക്കളുണ്ട് പ്രതികളെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യം ബോധ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ ലഹരിക്കടത്തിലൂടെ, അതായത് ഡാർക്ക് വെബ് ഉപയോഗിച്ചുകൊണ്ടുള്ള ലഹരി വിൽപ്പനയിലൂടെ ഇവർ സമ്പാദിച്ചെടുത്തത് എത്ര കോടിയുടെ സ്വത്തുക്കളാണ്, ഇതിൽ ഏതെല്ലാം സ്വത്തുക്കളാണ് എന്നുള്ളതെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. അത് വേർതിരിച്ചതിന് ശേഷമായിരിക്കും ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോവുക. നിലവിൽ കസ്റ്റഡിയിലുള്ള 3 പ്രതികളുടെയും വിവരങ്ങളാണ് നിലവിൽ ശേഖരിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നാണ് ഇവ വേർതിരിച്ചെടുക്കേണ്ടത്. ഇത് കൂടാതെ ഓൾറെഡി നേരത്തെ ഇതേ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ക്രിപ്റ്റോ കറൻസി മുഖേന സമ്പാദിച്ച 1 കോടി രൂപയുടെ സ്വത്ത് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അവയും നേരത്തെ കണ്ടുകിട്ടുന്ന പരിധിയിൽ തന്നെ വന്നതാണ്. മൂവാറ്റുപുഴ നഗരത്തിലെ വലിയ കെട്ടിടം ഉൾപ്പെടെ ആഡംബര വാഹനങ്ങൾ, ആഡംബര സൗധങ്ങൾ, അതങ്ങനെയുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് നിലവിലുള്ള 3 കോടി രൂപയുടെ സ്വത്തുവകകൾ. അതിൽ നിന്നാണ് വേർതിരിച്ചെടുത്ത കണക്ക് പ്രകാരമുള്ളവ കണ്ടെത്തിയതിനു ശേഷം അത് ഈ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് പോവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.